ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഫോട്ടോഷോപ്പിൽ 2020 നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ബ്രഷ് ടൂളിനെ കുറിച്ചാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ റെഡ് ഐ റിമൂവർ തുടങ്ങിയിട്ടുള്ള മറ്റ് കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് റീടച്ചിങ് ഗാലറിയിൽ തന്നെ നമുക്ക് വരുന്നതാണ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇതിൽ നമുക്കൊരു ഏരിയനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അതിൽ പെയിൻറ്റ് ചെയ്ത് വളരെ ആർട്ട് വർക്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സാധാരണ ഫിലിമിലൊക്കെ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ബ്രഷ് ടൂൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ബ്രഷ് ടൂളിൻ്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ബി ആണ്. അതിൻ്റെ ഷോർട്ട് കട്ട് ബി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബ്രഷ് ടൂൾ ആക്റ്റീവായിട്ട് വരും. ഇതിൽ നമുക്ക് ബ്രഷ് ടൂൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് ആട്രിബ്യൂട്ട്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രഷ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസുകൾ നമുക്ക് അപ്പ് ചെയ്തെടുക്കാം. സൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇത് എൻലാർജ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു 5000 വരെ നമുക്ക് ഇതിനെ എൻലാർജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഇനി ഇങ്ങനെ നമുക്ക് എൻലാർജ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഷോർട്ട് കട്ടും കൂടെ ഉണ്ട്. ജസ്റ്റ് ക്ലോസ് ബ്രാക്കറ്റും ഓപ്പൺ ബ്രാക്കറ്റും ആണ് നമുക്കിതിനെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. കീബോർഡിലെ ക്ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റാർട്ടും ക്ലോസുമാണ് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കുറച്ചിട്ടും പ്ലസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ക്ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ വാല്യൂ കൂട്ടിയിട്ട് നമുക്കത് ഇവിടെ ചെയ്യാൻ കഴിയും. നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കീബോർഡിലെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാനും കഴിയും. പക്ഷേ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ കറക്റ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു ഒബ്ജക്റ്റിന് എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തു, ദെൻ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കിയിട്ട് ഈ ഒരു ഓപ്ഷൻ എടുത്തു, ദെൻ നമുക്ക് ഇതിനെ എങ്ങനെ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ആ ഷോർട്ട് കട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൺട്രോൾ സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഈ ബ്രഷ് ഗാലറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു ഓപ്ഷനാണ്. പ്രത്യേകിച്ചും ആർട്ടിസ്റ്റിക് ക്രിയേറ്റീവായിട്ട് സ്കില്ലൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഷ് ഗാലറി എന്ന് പറയുന്നത്. ഇതിൻ്റെ എഡ്ജസൊക്കെ പല രീതിയിലുള്ള ഷേപ്പുകളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബ്രഷുകൾ, ബ്രഷ് സ്റ്റൈൽസൊക്കെ നമുക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നോക്കിയാൽ അത് വെറ്റ് മീഡിയ ബ്രഷസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഗാലറീസ്, ഇതിൻ്റെ ഓരോ പേരിലും പല പല മീനിങ്സുകളും പല രീതിയിലും സ്റ്റൈൽസിലൊക്കെയുള്ള ബ്രഷുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമെന്ന് പറയുന്നത്. ഇത് ഇതിലെ ഈ ഒരു ഗാലറിയിൽ നിന്നാണ് നമുക്ക് ബ്രഷ് ലോഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കേണ്ടത്. നോക്കിയാൽ മതി, നമ്മളിവിടെ ജനറൽ ബ്രഷസ് എന്ന് പറഞ്ഞിട്ട് ജനറൽ ബ്രഷസിൻ്റെ ഗാലറീസ് ഉണ്ടായി. ഇപ്പോൾ ഇവിടെ ഈ ഒരു ടൈപ്പ് ബ്രഷ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എഡ്ജസ് കുറച്ചും കൂടെയൊക്കെ സ്മൂത്ത് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ബ്രഷിൻ്റെ പ്രത്യേകത. അതായത് ഈ ഒരു ടൈപ്പ് ഗാലറിയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ എഡ്ജസ് നോക്കിയിട്ട് സോഫ്റ്റ് റൗണ്ടഡ് പ്രഷർ സൈസ് എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ് റൗണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പം ഇങ്ങനെ ഒക്കെ ഇതിൻ്റെ എഡ്ജ് നമുക്ക് വരുന്നത് ഹാർഡായിട്ടായിരിക്കും. ചിലത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബ്രഷിൻ്റെ നമ്മൾ നോക്കി ഇവിടെ അല്ലേ, നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ എഡ്ജസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും രണ്ട് രീതിയിലാണ് വന്നുള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു ഇമേജിനെ തന്നെയാണ് അത് സ്ക്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ബ്രഷ് സ്റ്റൈലാണ്. അത് നമുക്കൊരു ആർട്ടിസ്റ്റിക് സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്തെടുക്കാമെന്നർത്ഥം. ഇനി നമുക്ക് ബ്രഷുകൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഇതേപോലത്തെ ഒരു സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി കാര്യങ്ങളുണ്ടാവും. അതായത് നമുക്ക് ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഒരു ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫീല്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സീനിനെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്തെടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിചാരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്കിവിടെ ഈ ഒരു സൈസും കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ചും കൂടെ എൻലാർജ് ചെയ്തു. ഇതിൻ്റെ ഒപ്പാസിറ്റി വാല്യൂ എന്ന് പറയുന്നത് ഞാനൊരു 25 എന്നുള്ള രീതിയിലേക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കിവിടെ നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് ഈ വാല്യൂസിനെയൊക്കെ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നമുക്കൊരു സ്പെഷ്യൽ ലൈറ്റിങ് നമുക്കിതിൽ ഇവിടെ ആഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഇത് നമുക്ക് എടുക്കുന്ന സ്റ്റൈൽസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതാണ് ബ്രഷ് എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് ഒരു പർട്ടിക്കുലർ ഇതാണ് ഇതിൻ്റെ യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. പല രീതിയിൽ നമുക്കതിനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന്, എറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള. ഇപ്പോൾ ചിലപ്പം നമ്മൾ ജസ്റ്റ് ഫുള്ള് വൈറ്റ് കളർ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇതിന് അങ്ങനെ ഒരു
ഒരു സ്പെഷ്യൽ യൂസ് ഇതാ, ദിസ് ഈസ് ദ കാറ്റഗറി, ദിസ് ഈസ് ദ എക്സാക്റ്റ് എന്താണ് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു എക്സാക്റ്റ് ടൂളിൻ്റെ യൂസ് ഇതാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ബിക്കോസ് ഇതിന് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസും അൺലിമിറ്റഡ് ക്രിയേറ്റീവ് പാർട്ടും ഒക്കെ ഉള്ള ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രഷ് ടൂളിനെ നമുക്ക് ഒരു സ്പെഷ്യലി ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. എനിവേ ബ്രഷ് ടൂളോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ നമുക്ക് ഉദ്ദേശിക്കുന്ന കളേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഞാനിവിടെ ഒരു വൈറ്റ് കളർ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവത്തെ ജസ്റ്റ് ഇതേപോലെ നമുക്കിങ്ങനെ ഒരു ഫില്ല് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഈ ഒപ്പാസിറ്റി വാല്യൂസ് ഞാനൊരു 20 കൊടുത്തു. ദെൻ ഇതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 25 ഇട്ടും. സ്മൂത്തിങ് എന്ന് പറയുന്നത് ഒരു 5. ഓക്കെ, ഇനി നമുക്കിവിടെ ജസ്റ്റ് ഇത് കുറച്ചും കൂടെ സെയിലാക്കി നോക്കും. നമുക്കിതിൻ്റെ ഒരു ഒപ്പാസിറ്റിയിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും അല്ലേ. നമുക്ക് ഈ ഒരു സ്മൂത്തനിങ് എന്ന് പറയുന്നത്, ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് ഈ ഒരു വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് 100 ഇട്ടു ഞാൻ. നെക്സ്റ്റ് ഞാൻ ഇതിനെ ഈ 100 ഇട്ടു. ഇനി ഞാൻ കൊടുക്കാൻ നോക്കും കേട്ടോ. ഇപ്പം ഇത് രണ്ടും തമ്മിൽ ചേഞ്ച് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഇങ്ങനെ ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഉള്ളത്. ഇപ്പം ഇത് ഇനി അതേ സെയിം സാധനം തന്നെ ഞാൻ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യാതെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയും എഡ്ജസ് വരുന്നതിൽ തമ്മിലുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടൂള് തന്നെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സ്റ്റൈലാക്കി മാറ്റാം. ഇപ്പം ഇതിനെല്ലാം ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 12 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ക്യാൻസലായിട്ട് ഇതേപോലത്തെ വന്ന് നിന്നും നമുക്ക് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ക്രിയേറ്റ് ന്യൂ ലെയർ എന്ന് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ലെയർ കിട്ടും. നമുക്ക് അതല്ല എന്നുണ്ടെങ്കിൽ Ctrl+J എന്ന് പറയുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് Ctrl+J ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് ന്യൂ ലെയർ. ഇത് രണ്ട് ഓപ്ഷനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇങ്ങനെ ഞാനൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. ഈ പുതിയ ലെയറിൻ്റെ പ്രത്യേകത നമുക്കൊരു ബോർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ അതിൻ്റെ ഒരു കളേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ വേറെ ഒരു കളറിലേക്ക് മാറ്റി. ദെൻ ഞാനിവിടെ ഒരു ബ്രഷ് സ്റ്റൈല് ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റൈലായിട്ട് തോന്നുന്ന ഒരു സ്റ്റൈല് ഓക്കെ എഡ്ജസ് ഒക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സംഭവം എടുത്തു. ഇതിൻ്റെ ഒരു ഒപ്പാസിറ്റി മാക്സിമം ഇട്ടും. ഇതിൽ ജസ്റ്റ് ഒരു 25 എന്നുള്ളത് സ്മൂത്തിങ് ആയിട്ട് എടുത്തിട്ട് ദെൻ നമുക്കിവിടെ കുറച്ചും കൂടെ സൈസ് വലുതാക്കിയിട്ട് ഞാനിവിടെ ഈ ഒരു ലെയർ ഇവിടെ 2 ലെയർ ഉണ്ട്. ഈ ഒരു ലെയറിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഒരു ബോർഡർ ലൈന് വെറുതെ ഇതേപോലെ ഒരു ലൈന് ആഡ് ചെയ്തു. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പം നോക്കൂ, നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ ഒരു ഏരിയ ഒക്കെ ഫില്ലായിട്ട് ഓക്കെ. ദെൻ ഓക്കെ, നമുക്കൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പാർട്ടൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടൊക്കെ അല്ലേ. ഇതിപ്പോൾ ഒരു സ്റ്റൈലായിട്ട് നമുക്ക് വെറുതെ വെക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരം നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ വീണ്ടും ചേഞ്ച് ചെയ്യാം. കളർ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഒപ്പാസിറ്റി ഒക്കെ കുറച്ചിടാം. നമുക്കൊരു 25 കൊടുത്തു. എന്നിട്ട് ചില ഏരിയയിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ ഓക്കെ ഫൈൻ. നമുക്ക് ഇങ്ങനെ ബോർഡറൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു എന്നർത്ഥം. ഓക്കെ ഫൈൻ. ഓക്കെ ഇപ്പോൾ ഇതൊരു സ്റ്റൈലാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഇത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഹൈഡ് ചെയ്തു. അപ്പോൾ അതേപോലെ നമുക്കൊരു സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. F അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാത്രം ഇങ്ങനെ കാണാം. ടാബും F അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റൈൽ മാത്രം നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ ടാബ് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. F അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ച് ഇതേപോലെ കാണാം. ഇവിടെ നമുക്ക് നോക്കാം, ഈ ഒരു ലെയർ നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അത് പോയി അല്ലേ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ലെയറിൽ നമുക്കൊരു പുതിയ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാനകത്ത്. അപ്പോൾ നമുക്ക് വേറെ ഒരു ഇമേജ് നമുക്ക് ഇതിലേക്ക് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഇമേജിൻ്റെയും കൂടെ യൂസ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു അനന്ത സാധ്യതകളുള്ള ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സൈസും കാര്യങ്ങളും ഈ ഒപ്പാസിറ്റി ഇതിൻ്റെ ഫ്ലോയും സ്മൂത്ത്നെസ്സും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്, നിങ്ങൾക്ക് ഒരു
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറാക്കിൾ തന്നെ ശരിക്കും ഡിസൈനിങ്ങിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സാധ്യതകളും ഡെപ്തും ഒക്കെയുള്ള ഒരു പവർഫുൾ ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റ് നമുക്ക് അതിൽ തന്നെ വരുന്ന ഒരു ഗാലറിയിൽ തന്നെ വരുന്ന ഒരു ഓപ്ഷനാണ് പെൻസിൽ ടൂൾ എന്ന്. പെൻസിൽ ടൂൾ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ദിസ് ഈസ് ബ്രഷ് ടൂൾ ആക്ച്വലി. പക്ഷേ പെൻസിൽ ടൂൾ ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതിൽ വരുന്ന എല്ലാ ഓപ്ഷൻസും ഇതിന് സെയിം തന്നെ ആയിരിക്കും. നമുക്ക് വളരെ നാരോ ആയിട്ട് ലൈൻസൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പെൻസിൽ ടൂൾ എന്ന് പറയുന്നത്. ദ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനും കൂടെ ബാധകമാണ്. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അത് കാര്യങ്ങൾ വലുതാക്കി കൊണ്ടുവരുമ്പോൾ നമുക്കതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നു എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ടൂളിൻ്റെ ഗാലറിയിൽ വരുന്നതാണ് കളർ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. കളർ റീപ്ലേസ്മെൻറ്റിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. കളർ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ കളറിനെ നമുക്ക് വേറൊരു ഒബ്ജക്റ്റിൻ്റെ ഒരു കളർ സ്റ്റൈലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കളർ റീപ്ലേസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കളർ റീപ്ലേസ്മെൻറ്റ് എടുത്ത് ഞാൻ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇമേജിൽ നമുക്ക് കളർ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ആ ഒരു ഏരിയനെ അത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഒരു സ്പെഷ്യൽ കളറിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് ഈ ഒരു ഔട്ടർ ഏരിയയിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ നമുക്കിതിനെ മൂവ് ചെയ്യാൻ നടത്താം. ഇപ്പോൾ ഇതിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു കളറാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാം. ജസ്റ്റ് ഒരു ഗ്രീൻ കളർ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ആ ഒരു കളറിനെ ബേസ് ചെയ്ത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇവിടെ കളർ ഫില്ല് ചെയ്തുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് നമുക്കതിന് കിട്ടാത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ മൂവ് ചെയ്ത് കറക്റ്റ് ഇതൊരു പുതിയ സംഭവമാക്കിയിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. നോക്കൂ, സിമ്പിളായിട്ട് നമുക്കതിനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇങ്ങനെ ആ ഒരു സ്പെഷ്യൽ കളറിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത് നമുക്ക് 60 ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഡെപ്തിൽ ഈ സംഭവങ്ങൾ ഫില്ലായിട്ട് വരും. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നമുക്ക് ആ ഒരു താഴത്തെ ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ ആ ഒരു പാർട്ടുകളൊക്കെ കാണുന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ കൺട്രോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അതാണ് സംഭവിച്ചത്. നമുക്ക് ആ ഒരു യെല്ലോ ടൂണ് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു യെല്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കിത് കറക്റ്റ് ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച് അല്ലാണ്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിൽ നമുക്കിതിനെ ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ പോകാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷൻ മാറി അതിന്ന് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്കിതിന് ഗ്രീൻ പാർട്ട് തന്നെയാണ് അല്ലേ. ഓക്കെ, ഫൈൻ, അടിപൊളി. ഓക്കെ 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 നോക്കൂ നിങ്ങൾ, ഇപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത ഒരു 2 ഓപ്ഷൻ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ തന്നെ നമുക്ക് ഇതിൽ തന്നെയുള്ള ആ ഒരു ഇത് വെച്ചുകൊണ്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ പുതിയ ഒരു കളർ അതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ പർട്ടിക്കുലറായി നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ കളർ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതുപോലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ. ഫോട്ടോഷോപ്പിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിലൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളും കൂടെയാണ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് കളേഴ്സ് റീപ്ലേസ് ചെയ്യുക എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് നമ്മളൊരു സെലക്റ്റഡ് ഏരിയനെ നമ്മൾ കളർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് മിക്സർ ബ്രഷ് ടൂളാണ് നമുക്ക് വരുന്നത്. ഇതിലെ ഈ ഒരു ടൂൾ ഗാലറിയിലെ ലാസ്റ്റ് ടൂളാണ് ഇത് വരുന്നത്. ഈ മിക്സർ ബ്രഷ് ടൂളിൻ്റെ നമുക്ക് ഇതേപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ഏരിയനെ നമുക്ക് ഇപ്പോൾ പർട്ടിക്കുലർ നമുക്കിവിടെ ഇതിനെ റിവേർട്ട് ചെയ്യാൻ റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് ആ ഒരു ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് അതൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കളറും കൂടെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ തന്നെ ഒരു മിക്സായിട്ട് വരുന്ന ഏതെങ്കിലും കളർ പിക്ക് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു മിക്സ് അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരു 25 എന്നൊരു രീതിയിലേക്ക് കൊടുത്തു. അതിൻ്റെ വെറ്റ് എന്ന് പറയുന്നത് ഞാനൊരു 40. ഇനി നമുക്ക് നോക്കാം. ഇവിടെ അതേപോലെ തന്നെ ടൂൾസ് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് കുറച്ചും കൂടെയൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ഞാൻ ഇത് കുറച്ച് ലാർജ് ചെയ്ത് നമുക്കിങ്ങനെ നോക്കാം. നമുക്കിതിൽ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു 25 എന്നുള്ള രീതിയിൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിനെ സ്മൂത്ത് ഔട്ട് ചെയ്തെടുക്കുക ചെയ്യുക. നോർമലി ഈ ഒരു ഒബ്ജക്റ്റിനെ തന്നെ നമുക്ക്
ആ ഒരു ഒബ്ജക്റ്റിൽ അതിൻ്റെ കളറിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനെ സ്മൂത്ത് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ഒരു കളറിൻ്റെ തന്നെ ഉണ്ടോ, ഇതിൻ്റെ അഡ്ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ തന്നെ നിന്നുകൊണ്ട് നമുക്കതിനെ ഒന്ന് സ്മൂത്ത് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ലാസ്റ്റ് ഓപ്ഷനിൽ ഈ വരുന്ന ടൂൾ എന്ന് പറയുന്നത് മിക്സർ ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് ആ ഒരു ബ്രഷ് ടൂൾ ആക്റ്റീവായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇത് കുറച്ചും കൂടി അതിൻ്റെ ഡെപ്ത് കൂടിയ സമയത്ത് നമുക്ക് കൂടുതൽ ഡെപ്ത് എന്നുള്ള രീതിയിലേക്ക് സംഭവങ്ങൾ വന്നു എന്നർത്ഥം. ഇപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്ത് പോകാൻ കഴിയും. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് ബ്രഷ് ടൂളാണ് നോർമലി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. പെൻസിൽ ടൂൾ അത് സെയിം ആണ്. അതിൻ്റെ ഡെപ്ത് മാത്രം, അതിൻ്റെ തിക്നെസ് മാത്രം നമുക്ക് കുറവായിരിക്കും. കളർ റീപ്ലേസ്മെൻറ്റ് നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയുടെ കളേഴ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയ കളറാക്കിയിട്ട് മാറ്റാൻ സെലക്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കത് ബ്രഷ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ ചെയ്തു പോകാൻ കഴിയും. മിക്സർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ കളറിനും കൂടെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ സ്മൂത്ത് ഔട്ട് ചെയ്യാനും അതിനെ മിക്സ് ചെയ്തുകൊണ്ട് അതിനെ ഒരു കളറാക്കി മാറ്റാനും ഒക്കെ സ്മൂത്ത് ഔട്ട് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് കഴിയും എന്നുള്ളതാണ് മിക്സർ ബ്രഷ് ടൂളിൻ്റെ സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ബേസിക്കലി ഈ ടൂൾസ് എല്ലാം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ടൂൾസാണ്, റീടച്ചിങ് ടൂൾസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിംഗിൾ യൂസ് എന്നുള്ള രീതിയിൽ ഒന്നിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നമുക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഒബ്സർവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഈ ടൂൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫ്ലെക്സിബിലിറ്റി വരുത്താൻ പറ്റുന്ന ടൂൾസാണ്. അപ്പോൾ ഈ ടൂൾസ് നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ഡിസൈൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കാം. കൂടുതൽ വീഡിയോസും കൂടുതൽ ടൂൾ ഓപ്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.